നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 28 കെട്ടിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നൂലുകെട്ട്. നമുക്കറിയാം, ഒരു കുട്ടി ഉണ്ടായിക്കഴിയുമ്പോൾ 28 ദിവസങ്ങൾ കഴിയുമ്പോൾ ആ കുട്ടിയുടെ അരയിൽ ഒരു കറുത്ത ചരട് കെട്ടുന്ന കാര്യം. അതെന്തിനാണെന്നറിയാവോ? അതിൻ്റെ പിറകിലുണ്ടായിരുന്ന ചരിത്രം എന്താണെന്നറിയാവോ? നമുക്കിപ്പോൾ സമയം നോക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വാച്ചുണ്ട്, ക്ലോക്കുണ്ട്, ദിവസങ്ങൾ അറിയാനായിട്ട് നമ്മുടെ വീട്ടിൽ കലണ്ടറുണ്ട്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവരെങ്ങനെയായിരുന്നു ഈ സമയവും ദിവസമൊക്കെ അറിഞ്ഞിരുന്നത്? അതായത് ഈ ക്ലോക്കും വാച്ചും കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ കലണ്ടറുകൾ എത്തുന്നതിന് മുമ്പ്, ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ആളുകൾ സമയവും അതുപോലെ തന്നെ ദിവസങ്ങളും അറിഞ്ഞിരുന്നത്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മനുഷ്യർ സമയം നോക്കിയിരുന്നത് സൂര്യനെ നോക്കിയിട്ടാണ്. സൂര്യൻ ഉദിച്ചു വരുന്നത് മുതൽ അതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഓരോ ദിവസത്തെ സമയം കണക്കാക്കിയിരുന്നു. പക്ഷെ നമുക്കിന്നറിയാം, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഓരോ സ്ഥലത്ത് ഭൂമിയുടെ പല ദിക്കിലും പല സമയത്താണെന്ന്. പക്ഷെ അന്നത്തെ മനുഷ്യരെ അതൊന്നും ബാധിച്ചിരുന്നില്ല, കാരണം അവരധികം യാത്രകൾ ചെയ്തിരുന്നില്ല. ചെയ്യുമ്പോൾ തന്നെ ഈ സൂര്യൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് യാത്ര ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് മുതൽ അസ്തമിക്കുന്ന വരെയുള്ള സമയം സൂര്യൻ്റെ പൊസിഷൻ നോക്കി അളക്കാമായിരുന്നു. പക്ഷേ ദിവസത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? കലണ്ടർ ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ദിവസങ്ങൾ നോക്കുക? സൂര്യനെ നോക്കിയാൽ നമുക്ക് അന്നത്തെ സമയം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ദിവസങ്ങൾ അറിയണമെങ്കിൽ മനുഷ്യൻ വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും, കലണ്ടർ ഇല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ ദിവസങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നോക്കിയിരുന്നത് ചന്ദ്രനെയാണ്. മുകളിൽ ചന്ദ്രനെ നോക്കുമ്പോൾ നമുക്ക് അറിയാം, ഓരോ ദിവസം കഴിയുമ്പോൾ ചന്ദ്രൻ്റെ രൂപം മാറുന്നത്. അങ്ങനെ 28 ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ രൂപത്തിലോട്ട് ചന്ദ്രൻ എത്തുന്നത്. അപ്പോൾ ചന്ദ്രനെ നോക്കിയായിരുന്നു മനുഷ്യർ സമയം കണക്കാക്കിയിരുന്നത്, അതായത് ദിവസങ്ങൾ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയുടെ പ്രായം അളക്കണമെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യുമായിരുന്നു ആ കാലഘട്ടത്തിൽ? ഇന്ന് നമുക്ക് നമ്മുടെ ബർത്ത്ഡേ അറിയാനായിട്ട് ഒരുപാട് ടൂൾസ് അവൈലബിളാണ്. നമ്മുടെ കലണ്ടറിൽ മുതൽ ഫോൺ മുതൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ആ ഡാറ്റയുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ആ കുട്ടി എപ്പോൾ ജനിച്ചു എന്നറിയാനും ആ കുട്ടിക്ക് എത്ര പ്രായമായി എന്നറിയാനൊക്കെ മനുഷ്യർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കറുത്ത ചരട് ഉപയോഗിച്ചത്. അതായത് ഒരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് മുകളിൽ ചന്ദ്രൻ്റെ രൂപം, ചന്ദ്രൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കും. എന്നിട്ട് ആ കുട്ടി ഉണ്ടായി 28 ദിവസം കഴിയുമ്പോൾ, അതായത് ചന്ദ്രൻ പഴയ രൂപത്തിൽ കാണുമ്പോൾ അവൻ്റെ അരയ്ക്ക് ചുറ്റും ഒരു കറുത്ത ചരട് കെട്ടിവെക്കും. അതാണ് 28 കെട്ട് എന്നുള്ള ചടങ്ങ്. അത് കഴിഞ്ഞ് 28 കെട്ടിൻ്റെ ആ ചരട് അല്പം നീട്ടിയായിരിക്കും ഇട്ടിരിക്കുക. അപ്പോൾ ഓരോ മാസം കഴിയുമ്പോൾ ആ നീണ്ടു കിടക്കുന്ന ഭാഗത്ത് വീണ്ടും ഓരോ കെട്ടിട്ടുകൊണ്ടിരിക്കും. 2ാമത്തെ മാസം 2ാമത്തെ കെട്ടിടും, 3ാമത്തെ മാസം അടുത്ത കെട്ടിടും. അങ്ങനെ ആ കെട്ടുകളുടെ എണ്ണം നോക്കി കുട്ടിക്ക് എത്ര മാസം പ്രായമായി എന്ന് കണക്കാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് ഈ 28 കെട്ട് എന്നുള്ള ചടങ്ങ് നമ്മുടെ ഇടയിൽ പ്രചാരം വന്നത്. അതുപോലെ തന്നെയാണ് ജാതകവും. അപ്പോൾ കുട്ടിയുണ്ടായ സമയം ചന്ദ്രനെ മാത്രം നോക്കുമ്പോൾ ആക്യുറേറ്റ് ആവില്ല. അപ്പോൾ ജാതകം എന്നുള്ളൊരു കൺസെപ്റ്റ്, അതായത് ഗ്രഹനില എന്നൊക്കെ പറയുന്ന പോലെ, ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഗ്രഹങ്ങളുടെ എല്ലാം പൊസിഷൻ എവിടെയാണ് എന്ന് മാർക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതനുസരിച്ച് കുട്ടിയുടെ പ്രായം നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ആക്ച്വലി ഈ നൂലുകെട്ടിൻ്റെയും അതുപോലെ തന്നെ ജാതകത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിനേക്കഴിഞ്ഞും ആക്യുറേറ്റായ ടൈം കുട്ടി ഒരു ഹോസ്പിറ്റലിൽ ജനിച്ച് കഴിയുമ്പോൾ അവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. അതിലും ഷാർപ്പായ ടൈമൊന്നും ആയിരിക്കില്ല ഈ ജാതകത്തിലൂടെ വരുന്നതും നൂലുകെട്ടിലൂടെ മനസ്സിലാക്കുന്നതൊന്നും. അപ്പോൾ ഇതൊക്കെ വെറും ചടങ്ങുകൾ മാത്രമാണിപ്പോൾ. ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഈ സത്യമൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ നമ്മൾ ഈ നൂലുകെട്ടും ജാതകമെഴുത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സമയം നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പറയുന്നുണ്ട്, കുട്ടി ഇന്ന സമയത്ത് ജനിപ്പിക്കണം, ഇന്ന സമയത്ത് സിസേറിയൻ ചെയ്യണം എന്നൊക്കെ ഡോക്ടറിനോട് പറയുന്നുണ്ട്. ഇതുപോലെയുള്ള സത്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.